ഇത്തരത്തിലുള്ള തരീഖ സൂഫിസത്തിൽ ഉൾപ്പെടാത്ത ചില സൂഫി മാർഗങ്ങൾ കൂടി ഉണ്ട്. ഇത് പ്രസിദ്ധരായിട്ടുള്ള ചില സൂഫി വര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് സൂഫി മാർഗം സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. ഉദാഹരണത്തിന് ഇമാം ഗസാലിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി നടക്കുന്ന സൂഫികൾ. അതുമല്ലെങ്കിൽ പ്രസിദ്ധരായിട്ടുള്ള ഏതെങ്കിലും ഒരു സൂഫി വര്യൻ്റെ, ജീവിച്ചിരിക്കുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു സൂഫി വര്യൻ്റെ ഒരു പ്രത്യേക സാഹചര്യമോ ജീവിതമോ അതിൽ ആകൃഷ്ടരായിട്ട് ആ ഒരു മാർഗത്തിലേക്ക് വരുന്ന ചില സൂഫിയാക്കളുണ്ട്. ഇത്തരത്തിലുള്ള സൂഫി മാർഗം സ്വീകരിക്കുന്ന ആളുകൾ മിക്കപ്പോഴും ഉണ്ടാകുക വിജനമായ ചില പ്രദേശങ്ങളിലായിരിക്കും. ചില വല്ല കാട്ടിലോ അല്ലെങ്കിൽ വല്ല ഗുഹയിലോ മറ്റോ ഇവർ അവരുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗം അവിടെ ദിക്റിലും ധ്യാനത്തിലുമായി അങ്ങനെ കഴിച്ച് കൂട്ടാറാണ്. അതായത് സാധാരണ ജനങ്ങളുടെ ശ്രദ്ധ എത്തിപ്പെടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഇവർ ധ്യാനത്തിലും ഉപവാസത്തിലും അങ്ങനെ കഴിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിൽ ചിലർ മാത്രം ഒരു കാലയളവിന് ശേഷം സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും അങ്ങനെ സാധാരണ ജനങ്ങളുടെ ഒരു ജീവിതം പോലെ ജീവിക്കുകയും ചെയ്യാറുണ്ട്. ഈ സൂഫിയാക്കളിൽ ചിലർ ഒരു സൂഫി ശ്രേണിയുടെ തുടക്കമായി മാറാറും ഉണ്ട്. അതായത് ആ ഒരു സൂഫി ആർജിച്ചെടുത്ത അഗാധമായ അറിവുകൾ, ആഴത്തിലുള്ള നിഗൂഢ രഹസ്യങ്ങൾ സാധാരണ മനുഷ്യന്മാർക്ക് കൂടി മനസ്സിലാക്കത്തക്ക വിധത്തിൽ ലളിതമായ രീതിയിൽ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും